കുട്ടികളുടെ കാര്യത്തിൽ ഡാഡി ഇടപെടണ്ട. ദേ ഇവൾക്ക് വിട്ടാ മതി. നേരത്തെ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ. അയ്യോ എന്നെ കൊണ്ട് വയ്യ. അത് കുറഞ്ഞുള്ള പ്രാക്ടീസ് മതി. ബോബി നോക്കിക്കോളും. അവൻ പറഞ്ഞാലേ അവര് കേക്കൂ. വരൂ. ഇരിക്കൂ. ഞാൻ സ്പെക്സ് എടുക്കുന്നു. സോറി. ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ. എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വെട്ടി വിട്ടിരിക്കുക. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോകും. ഡോണ്ട് വറി. പഠിക്കാൻ ബഹുമിടുക്കന്മാരാ. കുരുത്തക്കേട് പഠിക്കാം. ഡോണ്ട് വറി. ഇതുവരെ നിങ്ങളെ പോലുള്ള 6 വാദ്യമാരും മനം മടുത്ത് രാഖിരാമാനെ ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട്. ഡോണ്ട് വറി. അവസാനമായിട്ട് വന്നത് കക്കൂസ എന്ന് പറഞ്ഞൊരു സായിപ്പ. ആ രണ്ടും ഒന്ന് തന്നെ. അയാൾക്ക് കുടിക്കാനുള്ള ചായയില് ഈ കുട്ടിപ്പട്ടാളം എലിവേഷൻ കലക്കി. നല്ല കാലത്തിന് അയാളത് അറിഞ്ഞ് ജീവനും കൊണ്ടോടി. ഡോണ്ട് വറി. ഇത്രയും പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ കടുവാക്കൂട്ടിലേക്കാത്താൻ തലയിടാൻ പോകുന്നതെന്ന് അറിയിക്കാനാ. നോ പ്രോബ്ലം. അയ്യേ മാഷ് കാപ്പിയോ ചായ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. മാഷേ ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടേ. പിന്നെ കുട്ടികള് സ്വല്പം തലതെറിച്ചത് നിങ്ങളാണ്. ഡോണ്ട് വറി. ഇത് കണ്ടോ, പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാനുള്ളതാണ് ഈ കിറ്റ്. എന്താണ് അത്? കണ്ടോ, പലതരം പേന കത്തികൾ. ഇതിന്റെ അറ്റം തള്ളവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ചന്തിക്കൊരു പിച്ച് വിച്ചാൽ 7 ദിവസം ഇരിക്കാനും നിൽക്കാനും പറ്റില്ല. ഇത് കാന്താരി അരച്ചു തേച്ച് എണ്ണയിൽ പഴുപ്പിച്ചെടുത്തതാ. ഒരടിക്ക് 7 സുഗന്ധമാണ്. ഇത് കണ്ട പാതാളക്കരണ്ടി. ഇത് അണ്ണാക്കിലേക്ക് അമർത്തി വെളിയിലേക്ക് ഒരു വെളി വലിച്ചാൽ നാക്ക് വെളിയിൽ വരും. ഇത് നോക്ക്, തെരണ്ടി വാഴ്ചാട്ട. ഒരടി ഇന്ന് കിട്ടിയാൽ അടുത്ത വർഷം ഇതേ ദിവസം പഴുക്കും. അതായത് ഇന്ന് തെറ്റിക്കുന്ന കണക്കുകൾ എല്ലാ വർഷവും പഴുക്കുമ്പോൾ ഓർക്കും. ഇവരെ മര്യാദക്കാരാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. പക്ഷെ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്. യു അണ്ടർസ്റ്റാൻഡ്? വാട്ട് അബൌട്ട് യു? നോ. മാസ്റ്റർക്ക് എന്ത് വേണം ചെയ്യാം. ഇവരൊന്ന് നേരെ ആയി കിട്ടിയാൽ മതി. ഡോണ്ട് വറി. ഭാരതം. ഭാരതമല്ല, ഭാരതം. ബിരിയാണിയുടെ ഭാ. പായുടെ അടിയിൽ നാ കിടന്നാൽ എന്തു പറയും? ഓടാൻ പറയും സർ. ഓടാൻ പറയും. ആരോട്? നായോട്. ഇല്ലെങ്കിൽ നാ മൂത്രമൊഴിച്ച് പാ വൃത്തിയിടാക്കില്ലേ സർ? ഇവിടെ അധിക പ്രസംഗം തോന്നിയാസം പറയുന്നു. കൈനാട്ടം. തോന്നിവാസം കാണിച്ചാൽ ഇങ്ങനെയിരിക്കും. ഇത് തുടക്കമാണ്. മാഷെ എത്ര വേണേലും അടിച്ചോ മാഷെ. ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ. അതെന്തായാലും നാളെ ഞാൻ ചത്തുപോകും. നീ എന്താണ് ചക്കയെ കരയുന്നത്? സത്യം പറയാ, ഞങ്ങള് പറഞ്ഞു മാഷ് ആരോടും പറയരുത്. പറയണം. മാഷ ക്രിസ്ത്യാനിയാണോ? ആണെങ്കിൽ അതാണ് അറ്റിങ്കു കുരിശുണ്ടാക്കാൻ പറഞ്ഞേ. കുരിശോ? കാര്യം പറയണി. ഇന്ന് രാത്രി മാഷ കൊല്ലും. ഞങ്ങളുടെ വല്യപ്പൻ കരിമ്പൂതം. അതെന്തിന്? നേരത്തെ പറഞ്ഞില്ലേ ഡിസൂസ സാറിന് വിഷം കൊടുത്തുന്ന്? അത് ഞങ്ങളല്ല, കൊല്ലാൻ വേണ്ടി കരിമ്പൂതം ചെയ്തതാ. അങ്ങേര് മാത്രമേ വിഷമിട്ടിട്ടുള്ളൂ. ബാക്കി 4 പേരും രാത്രിയായില്ല ഹാളിൽ കണ്ടില്ലേ? ആ വാളും എടുത്തോണ്ട് വരും. ഒറ്റ വെട്ട. രാവിലെ ഒന്നും ഓർമ്മയില്ല. പിന്നെ ആരും അറിയാതെ കുളിച്ചിടും.
രാത്രി ദേഹത്ത് അപ്സരി സായിപ്പ് കേറുന്നതാ. എടാ, പന്ന കഴിവറിന്റെ മക്കളെ, നിങ്ങളൊക്കെ പൂച്ച വേലയുണ്ടല്ലോ, അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. മാഷ് സൂക്ഷിച്ചാൽ മാഷിന് കൊള്ളാം. ആ, ഞാൻ സൂക്ഷിച്ചോളൂ കേട്ടോ. ആ, പറ പായുടെ അടിയിൽ നാ കിടന്ന എന്താ ഉച്ചരിക്ക? പായുടെ മുകളിലല്ലേ സാർ നാ കിടക്ക? എന്താണ് ചിരിക്കുന്നത്? ഒന്നുമില്ല. Laughing while eating is a bad habit. അല്ലാണ്ടി നമ്മുടെ ഭിത്തിയിലിരിക്കുന്ന വാളിനെ പിടിയൊറേ മാത്രമേ ഉള്ളൂ. ആര് പറഞ്ഞു? മാഷ് മാഷ് പറയുവാ, ഒക്കെ പുഴുവാ, ചുണ ഉണ്ടെങ്കി ആ വാളൊന്ന് കാണിക്കട്ടേന്ന്. ഞങ്ങൾ അസ്ലി സായിപ്പ് കൊടുത്താന്ന് പറഞ്ഞപ്പോ അസ്ലിന്ന് ഒരു സായിപ്പേ ഇല്ലെന്നാ പറഞ്ഞു മാഷ്. Shut up. മിണ്ടാതെ കഴിച്ചിട്ട് പോണം. എന്റെ അമ്മയെ പിള്ളേര് വന്നേ നേരാണല്ലോ. കാലമാണ് വാളും കൊണ്ടാണല്ലോ വരുന്നത്. തുറക്കണോ? ഞാൻ തുറക്കൂല, തുറക്കൂലടാ പട്ടി. അക്ഷയിലൊരു സായിപ്പുണ്ടോന്നും അയാളുടെ വാളിന് പിടി മാത്രമല്ല മൂർച്ച ഉണ്ടോന്ന് നേരിട്ട് കണ്ടോടോ. ചുമ്മാതല്ലടാ നിന്നെ കരിമ്പൂതെന്ന് വിളിക്കുന്നത്. Bloody rascal! How dare you talk like this? എന്റെ അമ്മേ, ഇത് സായിപ്പ് എന്റെ ബാധ കയറില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറയില്ല. ഐ നോ ഓപ്പൺ ഷുവർ, തുറക്കൂലടാ. തന്നെ ഈ വാളിന്റെ വില ഞാൻ മനസ്സിലാക്കി തരാം. എനിക്കെല്ലാം മനസ്സിലായടാ ബ്ലഡി പട്ടി. എന്നെ കൊല്ലാൻ കിട്ടൂലടാ ഇല്ല സായിപ്പ്, കൊലപാതകി. എടാ അയ്യോ! ഓ, മാഷേ, നിൽക്കൂലടാ, എന്നെ കൊല്ലാൻ പറ്റി. അയ്യോ, എന്നെ കൊല്ലാൻ കിട്ടൂലടാ പട്ടി പന്നി, എന്നെ കൊല്ലാൻ. ഓ, മാഷേ, അവിടെ നിൽക്കണോ? അവിടെ നിൽക്കാൻ. കൂലടാ പട്ടി, പോടാ. എടാ, നിനക്ക് നിന്റെ തന്തയ്ക്ക് ഞാൻ എലിമൂത്രം തരുന്നുണ്ടടാ, സൂക്ഷിച്ചോ.